ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. നല്ല വെയിലാണല്ലോ. അതുപോലെ സോഫയിൽ വിരിയും ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജനലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. നന്നായി പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മളെ വീട് പണി കാരണം മണലൊക്കെ പുറത്ത് നല്ല കാറ്റ് വരുമ്പോൾ ശരിക്കും മണലും ഒക്കെ കാറ്റടിച്ച് പൊടികൾ ഫുള്ളും സിറ്റ് ഔട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് പൊടി തുടച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മാറാലകളും കുഞ്ഞു കുഞ്ഞു മാറാലകളൊക്കെ ഇഷ്ടം പോലെ നിറഞ്ഞിട്ടുണ്ട്. ക്ലീനാക്കി കാണുമ്പോൾ നല്ലൊരു സന്തോഷം കൂടിയാണല്ലേ. അപ്പം നമ്മൾ എത്രത്തോളം പെട്ടെന്ന് കാണുമ്പോൾ ഒന്നും ഇത്രയും അഴുക്ക് ഇതുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. തുടച്ച് നന്നായി വെള്ള തുണിയിൽ തുടക്കുമ്പോഴാണ് എത്രത്തോളം പൊടി ഇതുമുണ്ടെന്ന് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂർ സമയം നമ്മൾ ജോലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയും ജനലും ഒക്കെ ഇനിയും തുടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 15 ദിവസം മുമ്പ് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതായിരുന്നു. പിന്നെയും ഇതുപോലെ തന്നെ പൊടിയും അതുപോലെ മാറാലകളൊക്കെ ഇഷ്ടം പോലെ പെട്ടെന്നാണ് ഇതൊക്കെ വന്ന് കൂടുകയല്ലേ. അപ്പം നമ്മൾ ജനലും വാതിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടൊരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ അത് ആദ്യത്തെ അതേപോലെ ആയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതിനുശേഷം നന്നായി നടിച്ചു വാരി എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊന്നും നമ്മൾ എടുക്കണില്ല, എല്ലാ വീഡിയോ ഒന്നും ഇപ്പോൾ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ പുറത്തെ ചവിട്ടികളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് ആ സ്ഥാനത്ത് തന്നെ കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ നല്ലൊരു മണവും അതുപോലെ ഒന്നും കൂടി പച്ചപ്പ് കൂടിയ പോലെ തോന്നുന്നുണ്ട്. ആ പൊടിയൊക്കെ പോയപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചവിട്ടിയാണെങ്കിലും എടുക്കുന്ന ജോലി കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിന് എന്താ ഒരു സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളെ ചവിട്ടി കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുക്കളയിൽ കയറിക്കുകയാണ്. കുറച്ച് പയറും അതുപോലെ ഗ്രീൻ പീസ് ഉണ്ട്, അതൊന്ന് വെള്ളത്തിലിട്ട് കുറച്ചും കൂടെ എടുത്തിട്ടാണ് ഇന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സവാള കുറച്ച് വലുതാക്കി അരിഞ്ഞ് പച്ചമുളകും കൂടി എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ പയറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയൊരു പയറുപ്പേരിയാണ് കേട്ടോ. അതിന് ശേഷം ഉപ്പൊക്കെ ചേർത്തൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെ ഉപ്പേരി വേവുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ സോഫ വിരികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ വിരികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഫ്രെയിംസൊക്കെ പൊടി പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ജോലി കഴിയുമ്പോഴും പിന്നെയും ജോലികളിങ്ങനെ നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ പെട്ടെന്ന് കാണും. ഏതായാലും നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എല്ലാം എടുത്ത് ഒന്ന് വൃത്തിയാക്കി തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷമാണല്ലേ. അതെല്ലാം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായി പൊടി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലും അതുപോലെ പല്ലികളുടെയൊക്കെ വീടാണ് കേട്ടോ. നമ്മൾ ഓരോ ഫ്രെയിംസ് എടുക്കുമ്പോഴും അതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ പല്ലികൾ ഓടി ഒളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം തുടച്ചും കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മളെ ഓരോ ഭാഗത്തും മാറാലകളും ഒക്കെ
അങ്ങ് കുടിയേറി പാർക്കുന്നുണ്ട്. അവരൊക്കെ ഒന്ന് ഓടിച്ച് അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് ക്ലീനാക്കി എടുത്തത് കേട്ടോ. പക്ഷെ എന്ത് ജോലി ചെയ്യുമ്പോഴും മനസ്സിന് എന്തൊരു സന്തോഷമാണ് ഓരോന്ന് ക്ലീനായി കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നമ്മുടെ പയറുപ്പേരിയും അതുപോലെ രാവിലെ കുറച്ച് ഗ്രീൻ പീസും കോളിഫ്ലവറും കൂടെ വരട്ടിയെടുത്തിരുന്നു നമ്മൾ ദോശയിലേക്ക്, അതും കൂടെ ഉണ്ട്. പിന്നെ മാങ്ങാച്ചാറും അതുപോലെ നമ്മളെ ചോറിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ജോലി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.